ഹലോ ഫ്ലവേഴ്സ്, നമ്മളിന്നുള്ള ഡൽഹിയിലാണ്. ഡൽഹി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. മാരുതിൻ്റെ സ്വിഫ്റ്റ് നമുക്കറിയാം, ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. മാരുതി ഇന്ത്യയിൽ കാർ എങ്ങനെ റെവല്യൂഷനൈസ് ചെയ്തോ അതേപോലെ തന്നെ ഹാച്ച് ബാക്ക് മാർക്കറ്റിനെ റെവല്യൂഷനൈസ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ മുമ്പ് പല ജനറേഷനും വന്നു. ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജനറേഷനും അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം ഹാച്ച് ബാക്ക് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി നിൽക്കുക. ആ പ്രീമിയം ഹാച്ച് ബാക്ക് മാർക്കറ്റിൻ്റെ 62% ഓൺ ചെയ്യുന്ന സ്വിഫ്റ്റ്, പുതുതായിട്ട് വന്നിരിക്കുന്ന പുതിയ സ്വിഫ്റ്റ് ഇതാണ് ഇന്ന് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് മാത്രമാണ് വാക്ക് അറൗണ്ട് ഉള്ളൂ. കാരണം നമ്മൾ ഡ്രൈവിന് പോകുന്നുണ്ട്, അത് ബാംഗ്ലൂരാണ്, അതിൻ്റെ എംബാർഗോയിലുണ്ടോ. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് ലുക്ക് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒരു നമ്പേഴ്സ് ഞാൻ പറയാം. 65 ലക്ഷം യൂണിറ്റുകളാണ് സ്വിഫ്റ്റ് ലോകത്ത് ഇറക്കിയിട്ടുള്ളത്. അതിൽ 30 ലക്ഷത്തിൻ്റെ മേലെ ഇന്ത്യ മാത്രം വിറ്റിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫേവറേറ്റ് ഒരു കാറും കൂടിയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കാറിനെ എങ്ങനെയാണ് ഒരു മാറ്റിക്കണം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ബ്ലൂ കളറിൽ ഫുൾ ആക്സസറൈസ് ചെയ്ത് സ്റ്റിക്കറിലും ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതെല്ലാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ മുമ്പ് ഞാൻ പറയുന്നത് ഗ്രില്ല് വന്നിരിക്കുന്ന പുതിയൊരു ഷേപ്പോട് കൂടിയാണ്. ഹെഡ്ലൈനിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഗ്രില്ലാണ്. ആ ഗ്രില്ല് തന്നെ ഈ റെഡ് എലമെൻ്റ് എല്ലാം ഈ ഒരു ആക്സസറീൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ ക്രോം അതിൽ വരുന്ന ഭാഗമാണ്. ഈ ഒരു വലിയൊരു മെഷ് ഗ്രില്ല് അട്രാക്റ്റീവാണ്. താഴെ വന്നിരിക്കുന്ന സ്പോയിലർ, ലിപ് സ്പോയിലർ അട്രാക്റ്റീവാണ്. താഴേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. അതിൻ്റെ ചുറ്റും ക്രോം വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് പുതിയതാണ്. ഈ ഒരു എൽ ഷേപ്പിലുള്ള LED വന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പം ഫസ്റ്റ് പറയാനുള്ള ഈ ഹുഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഷോൾഡർ ലൈൻ അത് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇതാണ് വലിയൊരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റായിട്ട് പുതിയ സ്വിഫ്റ്റിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ആക്സസറിയുടെ ഭാഗമാണ്. ഇതിൽ വന്നിരിക്കുന്ന വീലും അട്രാക്റ്റീവാണ്. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണെങ്കിലും ഈ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഈ എലമെൻറ്റും വീണ്ടും സൈഡ് വ്യൂ മിററിൽ ഇതിവിടെയും ഉള്ളിൽ നമുക്ക് ഇൻറ്റീരിയർ മിററിൽ കാണാം. 29,000 രൂപ വരുന്ന ഒരു പാക്കേജിൽ വരുന്ന ഒരു കാര്യമാണ്. അത് ഇൻ ബിറ്റ്വീൻ ഞാൻ പറയുകയാണ്. പിന്നെ ഒരു ഡുവൽ ടോൺ ആയിട്ട് മേലെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് സ്ലോപ്പി ആയി നിൽക്കുന്ന റൂഫ് ലൈൻ, അത് സ്വിഫ്റ്റിൻ്റെ എലമെൻറ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഷോൾഡർ ലൈൻ ത്രൂ ഔട്ടായിട്ട് നിൽക്കുന്നുണ്ട്, അതും പുതിയൊരു എലമെൻറ്റ്. താഴെ വന്നിരിക്കുന്ന ഡൈനാമിക് ലൈനും അതും ഒരു എലമെൻറ്റായിട്ട് നിൽക്കുന്നത്. അത് വന്നിരിക്കും ഈ ഒരു സ്കേർട്ടിംഗ് എല്ലാം തന്നെ ആക്സസറിൻ്റെ ഭാഗമാണ്. ഞാൻ ഇതിൽ ഒപ്പീനിയൻ ഒന്നും പറയില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ വിട്ട് തരണം ഒപ്പീനിയൻ പറയാൻ. അത് നിങ്ങൾ കമൻറ്റിൽ പറയുക. എന്തായാലും നമുക്ക് റിവ്യൂവിലാണ് ഈ ഒപ്പീനിയൻസ് വരാം. ഫസ്റ്റ് ലുക്ക് നോക്കുമ്പോൾ റിയറിലെത്തുമ്പോഴും ആ ഒരു സ്വിഫ്റ്റ് എലമെൻറ്റ് ഈ ഒരു ഗ്ലാസും ഈ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത പോർഷനിൽ ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈൻ ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, രണ്ട് രീതിയിലും കണക്ട് ചെയ്ത് പോകും. ടെയിൽ ലൈറ്റും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് തോന്നുന്നുണ്ട്. ഒരു C ഷേപ്പിലും LED വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി റിയർ ക്യാമറ കാണാം. തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എങ്ങനെയുണ്ടെന്നല്ല നമുക്ക് റിവ്യൂവിൽ കൊണ്ടുവരാം. താഴെ വന്നിരിക്കുന്ന ഈ ആക്സസറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ബമ്പർ ആണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബമ്പർ ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ വരാം. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആരോട് ഡ്രൈവിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ കയറി 9 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻ്റ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സ്ക്രീനാണ് ഇതിലൊരു മെയിൻ ആയിട്ടുള്ള എലമെൻ്റായി നിൽക്കുന്നത്. ഇതിൽ പുതിയ ആയിട്ട് വന്നെങ്കിൽ ഗ്രാഫിക്ക് നമുക്ക് പുതിയ മരുതിൽ കണ്ട തരത്തിലുള്ള അനലോഗ് മീറ്ററാണ്. സെൻട്രൽ TFT സ്ക്രീൻ വരുന്നുണ്ട്. വളരെ പരിചിതമായിട്ടുള്ള മാരുതിയുടെ സ്റ്റിയറിംഗ് വീലാണ്, മൾട്ടി ഫംഗ്ഷൻ. അതിലൊന്നും ഒരു പുതുമ വന്നിട്ടില്ല. നമുക്ക് ബട്ടൺസ് എല്ലാം കണ്ടാൽ പരിചിതമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഈ ഒരു എലമെൻറ്റും അതുപോലെ തന്നെ ഒരു പുതിയതായി കൊടുത്തിരിക്കുന്ന സ്പോട്ടി എലമെൻ്റാണ്. ഇതിൽ വന്ന സീറ്റ് കവറെല്ലാം ആക്സസറിയിൽ വന്നിരിക്കുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ശരിയാക്കി വെച്ചാൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ ടോണിൽ നമുക്ക് റെഗുലർ സീറ്റ് നമ്മുടെ ഡ്രൈവിൻ്റെ അന്ന് കാണാം. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. അത് നമുക്ക് മാരുതി സ്വിഫ്റ്റിൻ്റെ എലമെൻ്റായി നിൽക്കുന്നതാണ്. സീറ്റ് അത്യാവശ്യം നല്ല കുഷനി ആയിട്ടുള്ള തൈ സപ്പോർട്ടും ബാക്ക് റെസ്റ്റെല്ലാം കിട്ടുന്നുണ്ട്. സൈഡ് ബോൾസ്റ്റേഴ്സ് നല്ലതാണ്. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. മാനുവലും വരുന്നുണ്ട്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. റിയർ നമുക്ക് നോക്കാം. അപ്പോൾ റിയറിൽ വന്ന് ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് ഈ സീറ്റ് പൊസിഷൻ ഒരു ഡ്രൈവേഴ്സിന് വരുന്ന രീതിയിലുള്ള പൊസിഷനിലേക്ക് ആക്കട്ടെ ആദ്യം. എന്നിട്ട് റിയറിലേക്ക് വന്ന് കഴിയുമ്പോൾ സ്വിഫ്റ്റിന് എന്നുണ്ടായിരുന്ന ഒരു എലമെൻ്റാണ് ബാക്കിൽ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു പൊസിഷൻ. ആ പൊസിഷനിൽ തന്നെയാണ് സീറ്റ് ഉള്ളത്. അതിൻ്റെ ബാക്ക് റെസ്റ്റും കുറച്ച് അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു 3 പേർക്കെല്ലാം ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. സെൻറ്ററിലുള്ള ട്രാൻസ്മിഷനിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ AC വെൻ്റ് വരുന്നുണ്ട്. പക്ഷേ രണ്ട് സൈഡിൽ കാല് വയ്ക്കാൻ പറ്റും. മുതിർന്നവർക്ക് ഇരിക്കാൻ, 2 പേര് മുതിർന്നവർ കുട്ടിയാണ് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. റിയറിലൊക്കെ AC വെൻ്റ് വരുന്നുണ്ട്. പുറത്തേക്കുള്ള വ്യൂ ഒന്നും ഒരു മോശമില്ല. പക്ഷേ ഇവിടെ സിൽ ലെവൽ ഹൈറ്റ് കുറയുന്നതുകൊണ്ട് എന്നെക്കാളും ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം വ്യൂ കട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡ്രൈവിൽ നോക്കാം. ഇനി നമുക്ക് ഉള്ളത് എഞ്ചിനാണ്. എഞ്ചിനിലേക്ക് വരുമ്പോൾ
മാരുതി ഒരു പുതിയൊരു എഞ്ചിൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് Z സീരീസ് എഞ്ചിൻ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാവരും ഇലക്ട്രിക്കലേക്ക് മാറുമ്പോൾ ജാപ്പനീസ് ബോൾഡായിട്ട് പുതിയ എഞ്ചിൻ ഡെവലപ്മെൻറ്റ് നടത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൊയോട്ടയും മാരുതിയിലും ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഈ 3 സിലിണ്ടർ എഞ്ചിന്. ഇതിൻ്റെ ഔട്ട്പുട്ട് 82 HP ഉള്ളൂ, അതുപോലെ തന്നെ 112 Nm ടോർക്കേ ഉള്ളൂ. ഇതിൽ 2 ടൈപ്പ് ഗിയർ ബോക്സും മാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാനുവലും ഓട്ടോമാറ്റിക്കും. ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളത് പുറത്തെല്ലാം ഹൈബ്രിഡ് വരുന്നുണ്ട്, അതിന് പറ്റുന്ന രീതിയിലൊരു എഞ്ചിനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് മാനുവലിന് 10%, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് 14% ഫ്യൂൽ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. അതായത് മാക്സിമം ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് ഒരു ക്ലെയിം ചെയ്യുന്നത് 25.7 km/ലിറ്ററാണ്. അത് നല്ലൊരു ഫിഗർ ആയിരിക്കും, മിക്കവാറും അവൈലബിൾ ആയിരിക്കും. മാരുതിയിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പറയുന്ന മൈലേജ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടെല്ലാം തന്നെ നമുക്ക് ഏതായാലും ഡ്രൈവിൽ കാണിക്കാം. അത് ബാംഗ്ലൂരിൽ വെച്ചിട്ട് മറ്റന്നാൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്യും, എംബാർഗോ ഡേറ്റ് അനുസരിച്ച് കൊണ്ടുവരും. ഇനി ഇതിൻ്റെ സേഫ്റ്റിയും മറ്റുള്ള എലമെൻസും പുതിയ സസ്പെൻഷൻ സിസ്റ്റം ആണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ മോഡലും വരുന്നുണ്ട്, അതെല്ലാം 3 പോയിൻറ്റ് ബെൽറ്റാണ്. പിന്നെ അതുപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ടുള്ള ESP എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഇവർ റേറ്റിംഗ് വൈസ് സേഫ്റ്റിയിൽ കൂടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം ആണെങ്കിലും ഇങ്ങനെയെല്ലാം ആണെങ്കിൽ കൂടി നമുക്ക് സേഫ്റ്റി മുമ്പ് അത്ര കൺസേൺ ആയിട്ടില്ലായിരുന്നു. പക്ഷേ കൺസേൺ ആയ കാലത്തും സ്വിഫ്റ്റിന് അത്ര റേറ്റിംഗ് ഇല്ലെങ്കിലും സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല വിറ്റൊരു മോഡലാണ്. ഇന്ത്യക്കാരുടെ ഒരു ഫേവറേറ്റ് ഹോട്ട് ഹാച്ച് തന്നെയാണ് സ്വിഫ്റ്റ്. അതിൻ്റെ ഡൈനാമിക്സ് എല്ലാം നമ്മൾ ശരിക്കും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജനറേഷനിൽ നമ്മുടെ അടുത്ത് ലോങ് ടേം നമ്മൾ ശരിക്കും നമ്മൾ പൊളിച്ചടക്കിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതും അങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യണം. ആ ഡ്രൈവിനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ കണ്ട സ്വിഫ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയിട്ട് കാണാൻ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.